ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു, എല്ലാവർക്കും അറിയാലോ. കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അത് ഒഴിച്ചുകൂടാനാവാത്തത് കൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വന്നത്, ഒരു 5 days. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം ആണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. യൂണിവേഴ്സ് ഏഞ്ചൽസ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട്, ആ വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, ഏത് രീതിയിലാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് തന്നെ കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് എനിക്ക് വന്നിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കിങ് ഓഫ് പെൻഡക്കിൾസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ വിഷമകരമായിട്ടുള്ള ഒരു ടോപ്പിക്കായി മാറും ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അത്രയ്ക്കും വിഷമമുണ്ട് ഇത് പറയാനായിട്ട്, എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റില്ല. ടാരറ്റ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്, അല്ലെങ്കിൽ ഒരു വിധമുള്ള നിങ്ങളുടെ എനർജി സിങ്ക് ആവുന്ന ഒരു സംഗതിയാണ്. സോ നിങ്ങളിത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ എടുക്കാമെങ്കിൽ അങ്ങനെ എടുത്തോളൂ, ജസ്റ്റ് ഫോർ ഒരു ഗൈഡൻസിനാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ. ഓക്കെ, നിങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് നമ്മൾ ചോദിച്ചത്. ആ സ്നേഹത്തിൻ്റെ ആഴം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സൈഡ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസയോ സ്വർണമോ ഗോൾഡോ എന്തെങ്കിലും കാര്യങ്ങൾ, പ്രോപ്പർട്ടീസോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളെ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ഫസ്റ്റ് നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിച്ചിട്ടുണ്ടോ? അവരുടെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ട് നിങ്ങളെക്കൊണ്ട് തന്നെ പറയിപ്പിച്ച് നിങ്ങളെക്കൊണ്ട് തന്നെ കൊടുപ്പിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അവരായിട്ട് ഇങ്ങോട്ട് ചോദിച്ചതൊന്നും ആയിരിക്കില്ല, പക്ഷെ അങ്ങനെ ചോദിപ്പിക്കാനുള്ള പ്രത്യേക കഴിവ് അവർക്കുണ്ട്. എൻ്റെ എന്തെങ്കിലും സഹായം വേണമെന്ന് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചോദിക്കും. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. സോ എനിക്കിത് കാണുന്നത് നിങ്ങൾക്ക് വിഷമമാകുമോ ഇല്ലയോ എന്നൊന്നും ഐ ഡോണ്ട് നോ, പക്ഷേ പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ടാരറ്റിൽ ഇതുവരെ എനിക്കിങ്ങനെ ഒരു നെഗറ്റീവായിട്ടൊരു ഇത് കിട്ടിയിട്ടില്ല. സോ ഇത് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വെറുതെ ഒരു ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ് മാത്രമായിട്ടാണ് നിങ്ങളെ കരുതുന്നത്. നിങ്ങളിലൂടെ നിങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അവർക്ക് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് നേടിയെടുക്കണം. നിങ്ങളിലൂടെ പല കാര്യങ്ങളും നേടിയെടുത്ത് നിങ്ങളെ ഒരു ഒരു കറിവേപ്പിലയാക്കി മാറ്റണം, അല്ലെങ്കിൽ മാറ്റും എന്നാണ് അവർ ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് കാണുന്നത്. നെക്സ്റ്റ് കാർഡ് നോക്കാം. എന്താ പറയുന്നത് കണ്ടോ, നിങ്ങളുടെ മനസ്സിൽ അത്രയ്ക്കും ആഴമേറിയുള്ള മുറിവുകൾ തന്നിട്ട്, അല്ലെങ്കിൽ അത്രയ്ക്കും ആഴത്തിലുള്ള മുറിവുകൾ നിങ്ങളുടെ മനസ്സിനെ ഏൽപ്പിച്ചിട്ടാണ് ഗൈസ് അവർ പോയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയിട്ടുണ്ടാവും. നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിട്ടായിരിക്കാം അവർ പോയത്. പക്ഷെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ വാല്യൂ അവർ മനസ്സിലാക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. പക്ഷെ ഇത്രത്തോളം നിങ്ങളോട് ചെയ്തിട്ടുള്ള ഒരാളെ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഗൈസ്? ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് യൂണിവേഴ്സായിട്ട് തന്നെ കൊണ്ടുവന്ന് തരുമെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. പല കാര്യത്തിനും നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ട്
അവർക്ക് നേടാനാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ അവർ നേടിയെടുത്തിട്ട് അവർ പോയിരിക്കുന്നത്. അവർക്ക് നേടാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ അവർ നേടിയെടുത്തിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ കുഴി തോണ്ടിയിട്ടാണ് അവർ പോയിരിക്കുന്നത്. പല പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മേ ബി നിങ്ങൾക്കൊരു ഹസ്ബൻഡോ വൈഫോ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പോലും ഒരുപാട് പ്രതിസന്ധികൾ വരുത്തുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ആക്കിയിട്ടാണ് അവർ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് അവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. അവരുടെ പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ്, ഒരു ടൂള് മാത്രമായിരിക്കും നിങ്ങൾ. പറയുന്നതിൽ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇറ്റ്സ് എ ട്രൂ തിങ്. പക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു മൊമെൻറ്റ് വരുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ലിവ് ഇറ്റ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. ഈ ഒരു വ്യക്തിനെ എൻ്റെ ലൈഫിലേക്ക് വരണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ ലെറ്റ് ഗോ ചെയ്യുക. വരണമെന്ന് ആഗ്രഹിക്കുന്നവർ കുറച്ച് വെയിറ്റ് ചെയ്യുക. കുറച്ചധികം നാൾ കഴിഞ്ഞാൽ റിയൂണിയൻ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എൻ്റെ ലൈഫിലേക്ക് ഇവർ വരണ്ട എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ കാര്യങ്ങൾ. ഒരാളെ കാണുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരാളെ പരിചയപ്പെടുമ്പോഴേക്കും അയാൾ നിങ്ങളുടെ എല്ലാം ആണെന്ന് വിചാരിക്കുന്ന ആ ഒരു പാവത്തരത്തിലുള്ള നിങ്ങളുടെ മൈൻഡാണ് നിങ്ങൾ മാറ്റേണ്ടത്. അവരെന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കുമ്പോഴേക്കും നിങ്ങളെല്ലാം മറന്ന് അവരെ വിശ്വസിച്ച് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സർവ്വവും കൊടുക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങളത് മാറ്റിയെടുത്തേ പറ്റൂ. നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരുന്നുണ്ട്. കാരണം നിങ്ങൾ ഇത്രയും കാലം കരഞ്ഞ് പിഴിഞ്ഞ് അനുഭവിച്ചിരുന്നിട്ടുള്ള വ്യക്തികളാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്നുമെല്ലാം നിങ്ങളെ മാറ്റുന്ന വലിയ വലിയ എനർജീസാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. പല കാര്യങ്ങളിലും ഒരു കോംപ്രമൈസിങ് നാച്ചർ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ വ്യക്തിയുടെ കാര്യത്തിലല്ല, അത് മോർ അബൌട്ട് നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷൻ വരുമ്പോഴും ഒരു കോംപ്രമൈസിങ് മെൻറ്റാലിറ്റി നിങ്ങൾക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ വ്യക്തി നേടിയെടുത്ത് പോയിട്ടുള്ള പല കാര്യങ്ങളും തിരിച്ച് നിങ്ങളുടെ കൈകളിലേക്ക്, അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു വരുന്നൊരു സിറ്റുവേഷൻ, ക്യാഷ് കയ്യിൽ നിന്ന് പോയ ക്യാഷൊക്കെ തിരിച്ചു കിട്ടുന്നൊരു സിറ്റുവേഷൻ, അങ്ങനെ ഒരുപാട് നല്ല അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. അറ്റ് ലാസ്റ്റ് ടൈം ഈ വ്യക്തി ചിന്തിക്കും, നിങ്ങളെ അവിടെ ഇട്ടിട്ട് പോയ വ്യക്തി കടത്തിലും ദാരിദ്ര്യത്തിലുമായിട്ട് കിടന്ന് അനുഭവിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുന്ന സിറ്റുവേഷൻ വരാൻ പോകുന്നു. കാരണം ആ വ്യക്തി ഒന്നുമില്ലാതായിട്ട് ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത്? ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിങ്ങളെ ഇത്രയ്ക്കും പറ്റിച്ചത്, ചീറ്റ് ചെയ്തത്? ആ വ്യക്തിയെ ചീറ്റ് ചെയ്ത് അവരുടെ കാര്യം നോക്കി പോകുന്നു. സോ ആരുമില്ലാത്ത അവസ്ഥ മേ ബി നിങ്ങളെ തേടി വരാം. അപ്പോൾ സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഓൺ തീരുമാനമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. വീണ്ടും സ്വീകരിച്ച് പണി മേടിക്കണോ അതോ ലീവ് ഇറ്റ് ചെയ്യണോ എന്ന് നിങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കുക. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും അവർ അത്രയ്ക്കും അനുഭവിച്ച് തുടങ്ങുന്ന സമയം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അവരെ അനുഭവിക്കുന്ന സമയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവുന്ന സമയവും സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് നല്ല കാലം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. നമുക്ക് ഏഞ്ചൽസ് കാർഡ്സ് ഒന്ന് നോക്കാം. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്കെടുത്ത് നിങ്ങൾ പുതിയൊരു മനുഷ്യനായിട്ട് രൂപാന്തരം പ്രാപിക്കാൻ പോവുകയാണ്. അതിന് നിങ്ങൾ റെഡിയാണോ എന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. ആർ യു റെഡി? ആൻഡ് യു ആർ റെഡി ആയിട്ടാണ് നിങ്ങളിരിക്കുന്നത്. അപ്പോൾ എല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം എൻ്റെ ലൈഫിൽ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനത് ഏത് രീതിയിൽ നേരിടണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കണം എന്നൊക്കെ പ്രീ പ്ലാൻ ചെയ്ത് ഇരിക്കുക. മേ ബി പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, ഇപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ട് പല അവസരങ്ങൾ ഇനി നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള അവസരങ്ങളെല്ലാം
നോക്കി നല്ലതേതാ പൊട്ട ഏതാന്ന് മനസ്സിലാക്കി ഓപ്പർച്യൂണിറ്റീസ് അക്സെപ്റ്റ് ചെയ്ത് നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾ പോകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കാൻ പോവുകയാണ്. കണ്ടോ ഈ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ആസ്വദിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഇനി അങ്ങോട്ട് നേടിയെടുക്കാൻ പോവുകയാണെന്നാണ് കാണുന്നത്. ഞാൻ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഗെറ്റ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്. എന്തെങ്കിലും മോർ ഇൻഫർമേഷൻ ഓരോ കാര്യത്തിന് വേണമെങ്കിൽ പല കാര്യങ്ങൾക്ക് നിങ്ങൾ മോർ ഇൻഫോർമേഷൻ തേടുക, പല കാര്യങ്ങൾക്ക് നിങ്ങൾ ഇൻഫർമേഷൻ വേണ്ടി റെഡി ആയിരിക്കുക എന്നൊക്കെ കാണുന്നുണ്ട്. സോ നിങ്ങൾ ഫൈറ്റ് ചെയ്യുക, ഫൈറ്റ് ചെയ്ത് ജീവിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് കമൻറ്റ് ചെയ്യുക, ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ 3 ചാനലും കൊടുത്തിട്ടുണ്ട്. ഹെഡിങ്ങിന് താഴെയുള്ള മോർ ഞെക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ചാനലിൻ്റെ പേര് ക്ലിക്ക് ചെയ്താൽ സബ് ചെയ്യാൻ പറ്റും. കണക്റ്റീവായിട്ടുള്ള റീഡിങ്സിന് എല്ലാം സബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലേ.